എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ടൊരു 4 മണി പലഹാരം. മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നിറയെ വൈറ്റമിൻസ് അടങ്ങിയ മധുരക്കിഴങ്ങ്, അതായത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി, ബീറ്റ കരോട്ടിനൊക്കെ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല ഫൈബർ റിച്ചുമാണ് മധുരക്കിഴങ്ങ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പോഷകസമ്പുഷ്ടമായൊരു ആഹാരമാണ്. പുഴുങ്ങിയ മധുരക്കിഴങ്ങ് തോലെല്ലാം കളഞ്ഞ് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കുക. അതിലേക്ക് തേങ്ങാ ചിരവിയതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 4-5 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഒരു അര ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്തത് നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സിയിൽ നല്ല മയത്തിൽ കട്ടിക്ക് അരച്ചെടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കൂട്ടിലേക്ക് കുറേശ്ശെയായിട്ട് ഈ അരി അരച്ച മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. ഈ അരി അരച്ച് ചേർക്കുന്നതിന് പകരം കട്ടി തേങ്ങാപ്പാലും ചേർക്കാം. ജീരകം ചതച്ചതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. വാഴയിലയിൽ ഓരോ ഉരുളകളായിട്ട് വെച്ച് നമ്മൾ സാധാരണ ഇലയട ഉണ്ടാക്കുന്ന പോലെ പരത്തുന്നതിന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് പരത്തുക. ഈ അരി അരച്ച് ചേർത്തുകൊണ്ട് സാധാരണ ഇലയടയുടെ മണവും രുചിയാണ് ഈ ഇടയ്ക്ക് ഉണ്ടാവുക. മധുരക്കിഴങ്ങെന്ന് പറയുകയില്ല. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. നേരത്തെ തയ്യാറാക്കിയ തേങ്ങയും ശർക്കരയും ചേർത്ത് കൂട്ടി ഇതിലേക്ക് വെച്ച് കൊടുത്ത് സാധാരണ ഇലയട ഉണ്ടാക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് അടയാണെന്ന് പറയുകയില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുറച്ച് മധുരക്കിഴങ്ങ് സാധാരണ നമ്മൾ പുഴുങ്ങി കഴിക്കില്ലേ, ചമ്മന്തിയൊക്കെ കൂട്ടി, അതുപോലെയും കുറച്ച് മാറ്റി വെച്ചു. അങ്ങനെ സ്വാദിഷ്ടമായ മധുരക്കിഴങ്ങ് ഇലയട തയ്യാറായി. നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയും കാന്താരിയും തേങ്ങയൊക്കെ ചേർത്ത ചമ്മന്തിക്കൊപ്പം മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്ത് അങ്ങനെയും കുറച്ച് കഴിച്ചു. അപ്പോൾ ഇതുപോലെ മധുരക്കിഴങ്ങ് ഇലയട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ.